ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഭഗവാന്റെ തിരുമാറിലുള്ള ആ കറുത്ത മറുകിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് ഭഗവാന് ആ മറുക് ലഭിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആ മറുകിന്റെ പേരും നമ്മൾ പറഞ്ഞു. എല്ലാവരും ഭഗവാന്റെ തിരുമാറിൽ കാണപ്പെടുന്ന ആ കറുത്ത മറുകിന്റെ പേര് എന്താണ് എന്നും ആരു കാരണമാണ് ഭഗവാന് അങ്ങനെ ഒരു കറുത്ത പാട് ഉണ്ടായത് എന്നുമുള്ള കാര്യം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ മാതാവിനോടും പിതാവിനോടും ഭാര്യമാരോടും മക്കളോടും ചെറുമക്കളോടും മറ്റു ബന്ധുക്കളോടും എല്ലാവരോടും കൂടി സർവ സമ്പൽ സമൃദ്ധികളോടും കൂടി എവിടെ വാഴുകയാണ്? ദ്വാരകയിൽ വാഴുകയാണ്. അക്കാലത്ത് അപൂർവമായ ഒരു സൂര്യഗ്രഹണം ഉണ്ടാകുന്നു. മാഘമാസത്തിലാണ് ആ ഗ്രഹണം ഉണ്ടായത്. മാഘമാസത്തിലെ ശ്രാവണ നക്ഷത്രവും അമാവാസിയും ഞായറാഴ്ചയും ചേർന്നിട്ടുള്ള ഒരു പുണ്യമായ ദിവസത്തിലാണ് ആ ഗ്രഹണം ഉണ്ടായത്. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പൗർണമിക്കും അമാവാസിക്കുമൊക്കെ വളരെയധികം പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപൂർവമായി വന്ന ഈ അമാവാസി ദിവസം രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ധാരാളം ജനങ്ങൾ പുണ്യതീർത്ഥമായ സ്യമന്ത പഞ്ചകത്തിൽ വന്ന് സമ്മേളിക്കുകയാണ്. ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് തർപ്പണങ്ങൾ സമർപ്പിച്ചാൽ സർവപാപങ്ങളും തീരും എന്നും ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നും എല്ലാ ആചാര്യന്മാരും വിധിച്ചതനുസരിച്ചിട്ടാണ് എല്ലാവരും അവിടെ എത്തിച്ചേർന്നത്. അന്നു മുതൽ ഇതൊരു മഹാ ഉത്സവമായി അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ പുണ്യതീർത്ഥത്തിലാണ് സൂര്യഗ്രഹണം സംബന്ധിച്ചിട്ടുള്ള ബലിതർപ്പണങ്ങൾ നടത്തുവാൻ ജനങ്ങൾ കൂടിയിരിക്കുന്നത്. അതായത് സ്യമന്ത പഞ്ചകത്തിൽ മഹർഷികളും മഹീപതികളും ബ്രാഹ്മണരും ശ്രേഷ്ഠന്മാരും എന്നുവേണ്ട സകല ജാതിയിലും പെട്ടിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുൾപ്പെടെ മഹാജനങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. ഹസ്തിനപുരിയിൽ നിന്ന് ദുര്യോധനൻ, ദുശാസനൻ, ധൃതരാഷ്ട്രർ, വിതുരർ തുടങ്ങിയ കൗരവരും അവരുടെ ഭാര്യമാരും മാതാക്കളും ഭീഷ്മര്, ദ്രോണര്, ശല്യര്, കൃപർ തുടങ്ങിയ ഗുരുജനങ്ങളും പാണ്ഡവരും അവരുടെ മാതാവായ കുന്തിദേവിയും പാഞ്ചാലി തുടങ്ങിയ പത്നിമാരും ദ്വാരകയിൽ നിന്ന് ഉഗ്രസേനൻ, ശൂരസേനൻ, വസുദേവർ, കൃഷ്ണൻ, രാമൻ തുടങ്ങിയവരും അവരുടെ പത്നിമാരും ദേവകി, രോഹിണി തുടങ്ങിയ മാതാക്കളും വൃന്ദാവനത്തിൽ നിന്ന് നന്ദഗോപൻ, ഉപനന്ദൻ തുടങ്ങിയ ഗോപന്മാരും യശോദാറാണി, രാധാറാണി തുടങ്ങിയ ഗോപ വനിതകളും മറ്റുള്ള പല ഗോത്രക്കാരും തേരുകളിലായും ചാടുകളിലായും അവിടെ എത്തിച്ചേർന്നു. വളരെ വളരെ ആളുകൾ നടന്നും അവിടെ വന്നു ചേർന്നു. വലിയ ഒരു മഹോത്സവത്തിന്റെ പ്രതീതിയും ജനക്കൂട്ടവുമാണ് അന്ന് സ്യമന്ത പഞ്ചകത്തിൽ ദൃശ്യമായത്. അതായത് ഒരു മഹാകുംഭമേള പോലെയുള്ള ഒരു ഉത്സവം. ഒരു തീർത്ഥത്തിന്റെ കരയില് ഈ ലോകത്തിലെ നാനാജാതി മനുഷ്യരും സ്ത്രീകളും എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. അത്ര വലിയ ഒരു ഉത്സവമാണ് അവിടെ ഉണ്ടായത്. എല്ലാവരും തീർത്ഥസ്നാനം ചെയ്തും പിതൃതർപ്പണങ്ങൾ നടത്തിയും അതുപോലെ തന്നെ ദാനങ്ങൾ നടത്തിയും ഉപവസിച്ചും അങ്ങനെ അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. വളരെ വളരെ കാലമായി വേർപെട്ടിരുന്ന ബന്ധുക്കളെ എല്ലാവരും കാണുകയാണ്. ബന്ധുക്കളെ കണ്ട് കുശല പ്രശ്നങ്ങൾ ചെയ്ത്
ഓർമ്മകളൊക്കെ എല്ലാവരും പുതുക്കുന്നു. കൃഷ്ണന്റെ പത്നിമാർ പാഞ്ചാലിയോടും കുന്തിയോടും വിശേഷിച്ച് യശോദയോടും സംഭാഷണം നടത്തുന്നു. കുന്തി കൃഷ്ണനെ വന്നു കണ്ട് വാത്സല്യപൂർവം ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ, ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. ഒരു വലിയ തീർത്ഥ കര, അവിടെ വർഷങ്ങളായി കാണാതിരുന്ന എല്ലാ ബന്ധുക്കളും എല്ലാ ജനങ്ങളും സമ്മേളിക്കുന്നു. അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, യാഗങ്ങൾ നടത്തുന്നു, ദാനങ്ങൾ ചെയ്യുന്നു, പരസ്പരം ബന്ധുക്കളെ കണ്ട് കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നു. ആ കാഴ്ച നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. നിങ്ങളും അവിടെ ഉണ്ട് എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് ആ രീതിയിൽ മനസ്സിനെ ഇങ്ങനെ ചലിപ്പിക്കണം. വസുദേവര് കുന്തിദേവിയെ, സഹോദരിയാണ് കുന്തിയെ വന്നു കണ്ട് കുശലമൊക്കെ അന്വേഷിക്കുന്നു. ദേവകിയും യശോദയും വളരെ നേരം തങ്ങളുടെ ഓമൽ പുത്രനായ കൃഷ്ണനെ കുറിച്ച് സംസാരിച്ച് കരയുകയാണ്. കൃഷ്ണൻ ധർമ്മപുത്രരോടും ദുര്യോധനനോടും ഒരുപോലെ സൗഹാർദ്ദപരമായി പെരുമാറുകയും ചെയ്തു. പാണ്ഡവർ പ്രത്യേകം കൃഷ്ണനെ വന്നു കണ്ട് അവരുടെ ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നു. ദുര്യോധനൻ തൻ്റെ ഗുരുനാഥനായ ബലരാമനെ സന്ദർശിച്ച് വണങ്ങുന്നു. ധൃതരാഷ്ട്രരും ഉഗ്രസേനനും തമ്മിൽ പരസ്പരം കുശലങ്ങൾ അന്വേഷിക്കുന്നു. ഭീഷ്മരും വിതുരരും കൃഷ്ണനെ സന്ദർശിച്ച് തങ്ങളുടെ ആദരവുകൾ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരും തമ്മിലും പരസ്പരം കണ്ടുമുട്ടി ലോഹ്യങ്ങളൊക്കെ പറയുകയാണ്. നന്ദഗോപൻ യാദവ ശ്രേഷ്ഠന്മാരുമായി സംസാരിച്ചു. അവരുടെ സ്നേഹബന്ധങ്ങൾ പുതുക്കുന്നു. വസുദേവൻ തൻ്റെ ആത്മബന്ധുവായ നന്ദഗോപനെ ചെന്നു കണ്ട് സ്നേഹത്തോടു കൂടി ആലിംഗനം ചെയ്ത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ചെന്നെത്തുന്നത് കൃഷ്ണനെ പറ്റിയാണ്. എല്ലാവരുടെയും പ്രധാന സംസാര വിഷയം അവിടെയും കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ നന്ദഗോപന്റെയും യശോദയുടെയും മുമ്പിൽ വന്ന് താണു തൊഴുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. 10 വയസ്സായപ്പോൾ യശോദയെയും നന്ദഗോപനെയും പിരിഞ്ഞു പോയതാണ് കണ്ണൻ. ആ കണ്ണൻ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, അതായത് മുത്തശ്ശനായി, ആ സമയത്താണ് പിന്നീട് അമ്മയെയും അച്ഛനെയും കാണുന്നത്. ആ കൂടിക്കാഴ്ച അതെങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ കൃഷ്ണൻ നന്ദഗോപന്റെയും യശോദയുടെയും മുമ്പിലേക്ക് അങ്ങനെ നടന്നു വരികയാണ്. കണ്ണനെ കണ്ടതും അവർ കരയുകയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ വന്ന് താണു തൊഴുതു. യശോദ കണ്ണനെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തുന്നു. എന്നിട്ട് കണ്ണുനീർ തൂകിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ പൊന്നുമോനെ കണ്ണ, നിന്നെ എത്ര നാളായി കണ്ടിട്ട്. ഈ അമ്മയെ നീ ഇങ്ങനെ മറന്നു കളഞ്ഞല്ലോ. കംസനെ വധിക്കുന്നതിന് വേണ്ടി അക്രൂരന്റെ കൂടെ പോയതിനു ശേഷം നിന്നെ ഞാൻ ഇപ്പോഴാണല്ലോ മകനെ കാണുന്നത്. ഏതാണ്ട് 45 വർഷങ്ങൾക്ക് മുമ്പാണ് നീ എന്നെ വിട്ടു പോയത്. അന്നത്തെ കൊച്ചു കണ്ണനുണ്ണി അല്ലല്ലോ മോനെ നീ ഇപ്പോൾ. എങ്കിലും നീ എത്ര വലുതായാലും എൻ്റെ പൊന്നോമന കണ്ണൻ തന്നെയാണ്. നീ വലുതായി, അമ്മയ്ക്കറിയാം. കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, മക്കളുണ്ടായി. രാജാക്കന്മാരെല്ലാം നിന്നെ വന്നു കണ്ട് പൂജിക്കുന്നു. ദ്വാരക എന്ന രാജ്യം നീ ഉണ്ടാക്കി. എല്ലാം അമ്മ അറിയുന്നുണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞും കേട്ടും ഈ അമ്മ സന്തോഷിച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് കാലം കഴിക്കുകയായിരുന്നു എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് തൻ്റെ മകനെ
കെട്ടിപ്പിടിക്കുകയാണ് യശോദ റാണി. യശോദയുടെ കണ്ണുനീർ ആ പൊന്നുമകൻ തുടച്ചു കൊടുക്കുന്നു. എന്നിട്ട് കൃഷ്ണൻ സ്വാന്തനപ്പെടുത്തുന്നു. അമ്മേ, അമ്മേ, കരയാതിരിക്കൂ, സങ്കടപ്പെടാതിരിക്കൂ. അമ്മയെ ഞാൻ മറന്നുപോയോ? മറക്കില്ല, മറന്നിട്ടുമില്ല. എൻ്റെ ഹൃദയത്തിൽ ഏതു സമയവും അമ്മയെ പറ്റിയിട്ടുള്ള ഓർമ്മയാണ്. പക്ഷേ എനിക്ക് വന്ന് കാണാൻ സാധിച്ചില്ല. ഓരോരോ കാര്യങ്ങളായിരുന്നു. ദുഷ്ടന്മാരെ വധിക്കണം, ശിഷ്ടന്മാരെ സേവിക്കണം, അങ്ങനെയുള്ള തിരക്കുകളായിപ്പോയി. അമ്മയെ വന്നു കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ പ്രസവിച്ചത് അമ്മ അല്ല എങ്കിലും എന്നെ വളർത്തിയതും എന്നെ രക്ഷിച്ചതും അമ്മയല്ലേ. അമ്മയുടെ പാലും വെണ്ണയുമാണ് എൻ്റെ ഈ ശരീരം. ഇതെല്ലാം എനിക്ക് എങ്ങനെ മറക്കുവാൻ സാധിക്കും? അമ്മയെയും മറ്റും സമാധാനപ്പെടുത്തുവാൻ ഞാൻ ഉദ്ധവരെ അവിടേക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ. അമ്മയുടെ സ്നേഹത്തിന്റെ പ്രതീകമായി അമ്മ കൊടുത്തയച്ച വെണ്ണ, അത് 2 കുത്തായി അമ്മേ ഞാൻ വാരി തിന്നു. അതൊക്കെ ഞാൻ എങ്ങനെ മറക്കും? എൻ്റെ അമ്മയല്ലേ, അമ്മ കരയാതിരിക്കും. അമ്മയുടെ ആരോമൽ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും. എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അമ്മയെ മറന്നാൽ കൃഷ്ണനില്ല എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് കൃഷ്ണൻ കരയുകയാണ്. യശോദയുടെയും കൃഷ്ണന്റെയും തമ്മിലുള്ള ആ സംഭാഷണം, ആ സമാഗമം, അമ്മ മകനെ മടിയിലിരുത്തിക്കൊണ്ട് കണ്ണുനീർ വാർക്കുന്നതും മകൻ അമ്മയുടെ കണ്ണുനീർ തുടയ്ക്കുന്നതുമെല്ലാം ദേവകിയും കൃഷ്ണന്റെ ഭാര്യമാരും അകലെ നിന്ന് നോക്കിക്കാണുന്നു. അവർ സാവധാനം യശോദയുടെ അരികത്തിലേക്ക് വരുന്നു. യശോദയുടെ അരികിൽ വന്നു നിന്നുകൊണ്ട് തൊഴുതുകൊണ്ട് ദേവകി പുത്രപത്നിമാരോട് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ ഭർത്താവായ കൃഷ്ണന്റെ അമ്മയാണിത്. ഞാൻ പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പുണ്യവതിയാണ് അവനെ വളർത്തിയത്. 1000 ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച അമ്മയാണിത്. പുണ്യജനനിയാണിവൾ. അമ്മയെ നമസ്കരിക്കൂ എന്ന് പറയുന്നു. ആ സമയം കൃഷ്ണൻ യശോദയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു. നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടോ? ഉടൻ തന്നെ ഓരോരുത്തരായി വന്ന് യശോദയുടെ പാദങ്ങളിൽ വീണ് അവര് നമസ്കരിക്കുന്നു. ആ മാതാവ് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വാത്സല്യപൂർവം ആലിംഗനം ചെയ്ത് ചുംബിച്ച് അനുഗ്രഹിക്കുന്നു. മക്കളെ, എനിക്കിത് മതി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ ഇത് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. എൻ്റെ മകൻ, അവനെ ഞാൻ പെറ്റില്ല എങ്കിലും പെറ്റമ്മയായി ഞാൻ വളർത്തി. എന്നും അവൻ എൻ്റെ ആരോമലുണ്ണി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ നൽകുന്നു. കൃഷ്ണ, മകനെ, മതി മകനെ, എനിക്ക് തൃപ്തിയായി. ഇത്രയും നാൾ നിന്നെ കാണാത്ത ദുഃഖമെല്ലാം ഇതോടെ തീർന്നു കഴിഞ്ഞു. ഞാൻ ഇന്ന് സംതൃപ്തയായി. മകനെ കണ്ണ, കുഞ്ഞുനാളിൽ നീ അമ്പാടിയിൽ കിടന്നു കാണിച്ച കളികളെല്ലാം നിന്റെ പത്നിമാരെ നീ പറഞ്ഞ് കേൾപ്പിക്കണം എന്ന് ആ അമ്മ പറയുകയാണ്. യശോദ വീണ്ടും വീണ്ടും തൻ്റെ പുത്രന്റെ പത്നികളെ ചുംബിച്ച് കൃഷ്ണനെയും അനുഗ്രഹിക്കുന്നു. വീണ്ടും വീണ്ടും തൻ്റെ പൊന്നുമകനെ യശോദ ആലിംഗനം ചെയ്ത് ചുംബിക്കുന്നു. ദേവകിയും യശോദയും 2 അമ്മമാർ കെട്ടിപ്പുണരുന്നു. അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ആ കാഴ്ച സർവജനങ്ങളെയും ആകർഷിക്കുന്നു. എല്ലാവരും ആ കാഴ്ച കണ്ട് കരയുകയാണ്. സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ തങ്ങൾ കരയുന്നത് എന്ന് അവർക്കാർക്കും യാതൊരു നിശ്ചയവും ഇല്ലായിരുന്നു.
പിന്നീട് കൃഷ്ണൻ എവിടേക്കാണ് പോയത്? കൃഷ്ണൻ ഗോപസ്ത്രീകൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന ആ പ്രദേശത്തേക്കാണ് പിന്നീട് കൃഷ്ണൻ പോയത്. അവരുടെ കണ്ണുകളാകുന്ന പക്ഷികൾ, ചാതക പക്ഷികൾ, കൃഷ്ണനാകുന്ന കാർമേഘത്തെ കണ്ട് അതുവരെ കരയുകയായിരുന്നു. തങ്ങളുടെ അമ്പാടിക്കണ്ണനെ നോക്കി ആനന്ദിച്ചുകൊണ്ട് അവർ നിൽക്കുകയായിരുന്നു. 9 വയസ്സിൽ തങ്ങളെ വിട്ടുപിരിഞ്ഞ ആ വൃന്ദാവനത്തിലെ സുന്ദരനെ 4 പന്തീരാണ്ടുകൾ കഴിഞ്ഞാണ് അവർ വീണ്ടും കാണുന്നത്. നിത്യയൗവനവും സൗന്ദര്യവും അത് ഭഗവാന് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അന്നും ഇന്നും അദ്ദേഹം സുന്ദരൻ തന്നെയാണ്. ആ ഗോപസ്ത്രീകളുടെ നീലോൽപല നയനങ്ങളിൽ നിന്ന് അനർഘനിർഗളം കണ്ണുനീര് പ്രവഹിക്കുന്നു. കൃഷ്ണന്റെ ശരീരത്തിൽ കണ്ട കാർമേഘം പെയ്ത മഴത്തുള്ളികളാണോ അത് എന്ന് തോന്നുകയാണ്. അവരോട് കൃഷ്ണൻ പറയുകയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരികളെ, എൻ്റെ സഖികളെ, അങ്ങനെയാണ് കൃഷ്ണൻ അവരെ സംബോധന ചെയ്തത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഖികളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ എൻ്റെ ഭക്തകളാണ്. നിങ്ങളുടെ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്നെ എന്നും കാണാൻ കഴിയുന്നില്ല എങ്കിലും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെയുമുണ്ട്. കൃഷ്ണനില്ലാത്ത ഗോപസ്ത്രീകളും ഗോപനാരികളില്ലാതെ കൃഷ്ണനുമില്ല. പിന്നെ നിങ്ങൾ എന്തിന് വിരഹത്തെ ഓർത്ത് കരയുന്നു? ഞാനും നിങ്ങളും ഒന്നല്ലേ? ആ ബോധത്തിൽ നിങ്ങൾ ജീവിക്കണം. ഞാൻ സാക്ഷാൽ പരബ്രഹ്മമാണെന്നുള്ള പരമാർത്ഥം ഞാൻ നിങ്ങളെ ധരിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ ഏറ്റവും വലിയ ഭക്തകളാണ്. കൃഷ്ണഭക്തി കൊണ്ട് മോക്ഷമടയുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിത ഉദ്ദേശം. അതിനായി നിങ്ങൾ ജനിച്ചു. എൻ്റെ അത്ഭുത ലീലകൾ മുഴുവനും നിങ്ങളാണ് കണ്ടത്. വൃന്ദാവനത്തിൽ നാം വിഹരിച്ചു, പല പല ലീലകളാടി. അങ്ങനെ ഭക്തിയിൽ കൂടി നിങ്ങൾ എന്നോട് ചേർന്ന് രമിക്കുകയായിരുന്നു. അതോടുകൂടി നിങ്ങൾ പുണ്യവതികളായി തീർന്നു. ഇപ്പോൾ നിങ്ങൾ പോയാലും എന്നെ വിട്ട് നിങ്ങൾ ഒരിക്കലും പിരിയുന്നില്ല. ഞാനും നിങ്ങളിൽ നിന്ന് അകലുന്നുമില്ല. എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒടുവിൽ നിങ്ങൾ എന്നിൽ തന്നെ വന്ന് വിലയം പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. സങ്കടപ്പെടാതെ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും പൊയ്ക്കൊള്ളുക എന്ന് കൃഷ്ണൻ പറയുന്നു. അങ്ങനെ പരമാർത്ഥം, അവരാരാണ് എന്നുള്ളതും കൃഷ്ണൻ ആരാണ് എന്നുള്ളതുമായ പരമാർത്ഥം അങ്ങനെ കൃഷ്ണൻ അവരെ ധരിപ്പിക്കുന്നു. ആ സമയത്ത് അവിടെ ഒരു ഏകാന്തമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഒരു ഗോപ വനിത ഇരിക്കുന്നുണ്ടായിരുന്നു. ആരാണ് ആ ഗോപിക? രാധാറാണി. കൃഷ്ണൻ രാധാറാണിയുടെ അരികിലേക്ക് ചെല്ലുന്നു. രാധാറാണി ആരാണ് എന്നുള്ളതും കൃഷ്ണൻ ആരാണ് എന്നുള്ളതും, കൃഷ്ണന് രാധ ആരാണ് എന്നുള്ളതും രാധയ്ക്ക് കൃഷ്ണൻ ആരാണ് എന്നുള്ളതും ഒക്കെ തന്നെ ആ ഒരു തത്വം കൃഷ്ണൻ രാധാറാണിയെയും ധരിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ ഉപദേശങ്ങളും നൽകി രാധാറാണിയുടെ വിഷമം, മനസ്സിന്റെ പ്രയാസം കൃഷ്ണൻ ശമിപ്പിക്കുന്നു. പണ്ട് ഉദ്ധവരുടെ ഉപദേശം കേട്ടതിനു ശേഷം ഗോപസ്ത്രീകൾക്ക് കുറച്ചൊക്കെ ജ്ഞാനം ഉണ്ടായിരുന്നു എങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണനെ ഓർത്ത് കരയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കൃഷ്ണന്റെ ഉപദേശം ലഭിച്ചതോടുകൂടി അവരുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ മായകളും അകലുകയും
കൃഷ്ണനും തങ്ങളും ഒന്നു തന്നെയാണ് എന്നുള്ള ആ പരമമായ രഹസ്യം അവര് ധരിക്കുകയും ചെയ്തു. അതോടുകൂടി അവരുടെ പ്രയാസങ്ങളെല്ലാം അകലുകയാണ് ചെയ്തത്. അങ്ങനെ ഭഗവാൻ തൻ്റെ സംഭാഷണം കൊണ്ട് ഗോപസ്ത്രീകളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന, മനസ്സിലുണ്ടായിരുന്ന, അവശേഷിച്ചിരുന്ന കുറച്ചു കളങ്കം പോലും, ആ കളങ്കം പോലും അങ്ങനെ കഴുകിക്കളഞ്ഞ് അവരെ ശ്രേഷ്ഠകളും പുണ്യവതികളുമാക്കി തീർക്കുന്നു. ഭഗവാന്റെ ഒരു സ്മരണ കൊണ്ട് മാത്രം അങ്ങനെ ആനന്ദം സിദ്ധിക്കും എന്നുള്ള ശരിയായ ബോധം അതോടുകൂടി അവർക്ക് ഉണ്ടാകുന്നു. പിന്നീട് കൃഷ്ണൻ നന്ദഗോപരെ ചെന്ന് കാണുന്നു. അച്ഛനെ ചെന്നു കണ്ട് തൻ്റെ ബഹുമാനങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം അനുനയ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദുഃഖവും കൃഷ്ണൻ ശമിപ്പിക്കുന്നു. രോഹിണിയെയും ബലരാമനെയും യശോദയും നന്ദഗോപനും ചെന്ന് കാണുന്നു. അങ്ങനെ അവർ പരസ്പരം ആലിംഗനം ചെയ്ത് അവരുടെ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഒരു മനോഹരമായ ഒരു കൂടിക്കാഴ്ചയാണ് അവിടെ ആ സ്യമന്ത പഞ്ചക തീർത്ഥത്തിൽ നടക്കുന്നത്. അങ്ങനെ അവിടെ എല്ലാവരും തമ്മിൽ സമ്മേളിക്കുകയാണ്. ഈ സമ്മേളനത്തിനു ശേഷം ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. എല്ലാവരും ആ ഭാഗത്തിനായിട്ട് കാത്തിരിക്കണം. ഇന്നത്തെ കഥാഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ആ വികാര നിർഭരമായ കൂടിക്കാഴ്ചകൾക്കൊക്കെ സാക്ഷിയാകുവാൻ നിങ്ങൾക്കും സാധിച്ചിരുന്നു, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. 2-3 തവണ ആവർത്തിച്ച് ഈ ഭാഗങ്ങളെല്ലാം കേട്ടതിനു ശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒരു കഥാരൂപത്തിൽ ഇങ്ങനെ കടന്നു വരണം. നിങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ചിന്ത വേണം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഇനി എന്താണ് അവിടെ സംഭവിച്ചത്? ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ് എന്നറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുക. മാധവത്തിന്റെ കൂടെ എന്നും ഉണ്ടാകണം. ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞ് നമുക്കങ്ങനെ മുമ്പോട്ട് പോകാം. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.